ആസിഫ് അലി, അനശ്വര രാജൻ എന്നിവരെ പ്രധാന കഥാപാത്രങ്ങളാക്കി ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്ത് വേണു കുന്നപ്പിള്ളി നിർമ്മിച്ച രേഖാചിത്രം 2025 ആദ്യ ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായി രേഖപ്പെടുത്തി. മലയാളത്തിൽ അപൂർവമായ ഓൾട്ടർനേറ്റ് ഹിസ്റ്ററി എന്ന സബ് ജോണറിൽ വന്ന ഈ ചിത്രം ഇതിനകം തന്നെ മുടക്കുമുതലിന്റെ 5 ഇരട്ടി നേടിക്കഴിഞ്ഞു. ചിത്രത്തിന്റെ സക്സസ് ടീസർ പുറത്തിറങ്ങി. പ്രധാന ഘടകങ്ങളടങ്ങിയ ടീസർ സോഷ്യൽ മാധ്യമങ്ങളിൽ ട്രെൻഡ് ആവുകയാണ്. ഏകദേശം 7 കോടി ബഡ്ജറ്റിൽ ഒരുങ്ങിയ ചിത്രം ആദ്യ ആഴ്ചയിൽ തന്നെ മുടക്കുമുതലിന്റെ 5 ഇരട്ടി വാരിക്കൂട്ടി. 40 കോടിയിലധികമാണ് സിനിമയുടെ ഇതുവരെയുള്ള ആഗോള കളക്ഷൻ. കൂടാതെ വൻ തുകയ്ക്കാണ് ചിത്രത്തിന്റെ OTT, സാറ്റലൈറ്റ് റീമേക്ക് ചർച്ചകൾ പുരോഗമിക്കുന്നത്. ആദ്യ ദിനം തന്നെ ബോക്സ് ഓഫീസിൽ കരുത്ത് തെളിയിച്ച രേഖാചിത്രം 6 ദിവസം കൊണ്ട് 34 കോടി 30 ലക്ഷമാണ് ബോക്സ് ഓഫീസിൽ നിന്നും കളക്ട് ചെയ്തത്. തുടക്കത്തിൽ ലഭിച്ച അതേ ആവേശം തന്നെ തിയേറ്ററുകളിൽ ഇപ്പോഴും ലഭിക്കുന്നുണ്ട്. ഗംഭീര പ്രതികരണത്തോടെ മുന്നേറുന്ന ചിത്രത്തിന് മുന്നിലെ അടുത്ത മൈൽ സ്റ്റോൺ 50 കോടി ക്ലബ്ബാണ്. അതിവേഗം തന്നെ ആ മൈൽ സ്റ്റോണും ചിത്രം സ്വന്തമാക്കുമെന്നാണ് അനലിസ്റ്റുകളുടെ വിലയിരുത്തൽ. രണ്ടാം ആഴ്ചയിലേക്ക് കടക്കുമ്പോൾ ചിത്രം 203-ൽ നിന്നും 230 തിയേറ്ററുകളിലേക്ക് എണ്ണം വർദ്ധിപ്പിച്ചിട്ടുണ്ട് എന്നതും ജനപ്രിയ വിജയ ഘടകമാണ്. പോസിറ്റീവ് മൗത്ത് പബ്ലിസിറ്റി നേടുന്നതിൽ വൻ വിജയം നേടിയ ചിത്രം 2025 മലയാള സിനിമയുടെ മുഖവുര ഗംഭീരമാക്കി ബോക്സ് ഓഫീസിലും മികച്ച പ്രതികരണമാണ് നേടുന്നത്. കേരളത്തിൽ മാത്രമല്ല, ചെന്നൈ, ബാംഗ്ലൂർ പ്രദേശങ്ങളിലും മികച്ച ബോക്സ് ഓഫീസ് പ്രതികരണമാണ് രേഖാചിത്രത്തിന് ലഭിക്കുന്നത്. ഓസ്ട്രേലിയയിലും ന്യൂസിലാൻഡിലും ചിത്രം കഴിഞ്ഞ ദിവസം പ്രദർശനത്തിനെത്തി മികച്ച പ്രതികരണം നേടുന്നുണ്ട്. 2024 ആസിഫ് അലിയെ സംബന്ധിച്ച് മികച്ച വർഷമായിരുന്നു. ബോക്സ് ഓഫീസിൽ ശക്തമായ സാന്നിധ്യം അറിയിക്കാൻ ആസിഫ് അലിക്ക് സാധിച്ചിരുന്നു. ശ്രദ്ധേയ വിജയങ്ങളുടെ തുടർച്ചയുമായി 2025 വിജയഗാഥ ആരംഭിച്ചിരിക്കുകയാണ് ആസിഫ്. ആസിഫ് അലിയുടെ കരിയറിൽ തന്നെ ഏറ്റവും വലിയ വിജയ ചിത്രമാകാൻ സാധ്യത രേഖാചിത്രത്തിനുണ്ടെന്നാണ് ബോക്സ് ഓഫീസ് നമ്പറുകൾ സൂചിപ്പിക്കുന്നത്. മലയാളത്തിന്റെ ഭാഗ്യനായിക എന്ന ലേബൽ സ്വന്തമാക്കിയ അനശ്വര രാജൻ 2025 ആരംഭത്തിൽ പ്രേക്ഷകരെ ഞെട്ടിക്കുന്ന വേഷപകർച്ചയോടെയാണ് രേഖാചിത്രത്തിലെത്തിയത്. തന്റെ കഥാപാത്രങ്ങൾ പക്വതയോടെയും തന്മയത്വത്തോടെയും മികച്ച രീതിയിൽ അവതരിപ്പിക്കുന്ന അനശ്വരയുടെ വ്യത്യസ്തവും വേറിട്ടതുമായ നിരവധി കഥാപാത്രങ്ങളാണ് സമീപകാലത്ത് പ്രേക്ഷകർ സ്വീകരിച്ചത്. അബ്രഹാം ഓസ്ലർ, നേരെ, ഗുരുവായൂരമ്പലനടയിൽ എന്നിങ്ങനെ നീളുന്ന നിരയിലേക്ക് പ്രേക്ഷകരിപ്പോൾ രേഖാചിത്രം കൂടി എഴുതി ചേർത്തിരിക്കുകയാണ്. സാങ്കേതിക മികവിലും രേഖാചിത്രം ഏറെ പ്രശംസ നേടുന്നുണ്ട്. മമ്മൂട്ടിയുടെ ഹിറ്റ് ചിത്രം ദി പ്രീസ്റ്റിന് ശേഷം ജോഫിൻ ടി ചാക്കോ സംവിധാനം ചെയ്യുന്ന സിനിമ കൂടിയാണ് രേഖാചിത്രം. കൂടാതെ രേഖാചിത്രത്തിലെ മമ്മൂട്ടി ഫാക്ടറും ഏറെ ആകർഷണീയമാണ്. പ്രേക്ഷകരെ പിടിച്ചിരുത്തുന്ന തിരക്കഥയാണ് ചിത്രത്തിന്റെ മറ്റൊരു വിജയഘടകം. ചിത്രത്തിൽ ഓരോ താരങ്ങളും അവരവരുടെ കഥാപാത്രങ്ങൾ മികച്ച രീതിയിൽ തന്നെ അവതരിപ്പിച്ചിട്ടുണ്ട്. കൂടുതൽ സിനിമാ വിശേഷങ്ങൾക്കായി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.